സോ എല്ലാവർക്കും നമ്മുടെ സൈഫുരിൻ SMBയുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റിൻ്റെ സെർവർ. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടാൽ മനസ്സിലായി ഞാനിപ്പോൾ ഫുൾ ഡയമണ്ട് ആർമർ ആൻഡ് ഡയമണ്ട് ടൂൾസ് ആയിട്ടുണ്ട് ഈ സെർവറിൽ. കാരണം ഞാനും സോളോ യൂസിയും റൈക്സറും ഒരു കേവ് കണ്ടായിരുന്നു. ആ കേവിനകത്ത് ഇറങ്ങിയപ്പോൾ കുറച്ച് ഡയമണ്ട് കിട്ടി, അല്ലാതെ ഞങ്ങൾ ഫുള്ളിരുന്ന് മൈനിങ് ആയിരുന്നു ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടാൽ മനസ്സിലാവും കുറേ തുരങ്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൈൻ ചെയ്തതിൻ്റെ രണ്ടാമത്തെ ഡയമണ്ട് പിക്കാക്സാണ് ഗൈസ് ചെയ്യാം. ഇപ്പോൾ 2 റൈക്സറും പിന്നെ നമ്മുടെ സോളോ യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ 3 ടീമാണ്. ഇപ്പോൾ ഞങ്ങൾ ബേസൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്, അതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ വന്നപ്പോഴാണ് ഗൈസ് എൻ്റെ ടോർച്ച് ഉണ്ടാക്കിയത് തീർന്നു പോയി. സോ ഞാൻ 37 ടോർച്ച് അല്ലാതെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മച്ചാന് കുറച്ച് ഡയമണ്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ മാത്രമാണ് ഗൈസ് ഡയമണ്ട് ആർമറും ടൂൾസും ഉള്ളൂ, പിന്നെ അല്ല ഇത് ചെയ്യാൻ ഫുൾ ഗ്രൈൻഡിങ് മൂഡായിരുന്നു ഗൈസ്. പിന്നെ എനിക്ക് ഭയങ്കര ലക്കായിരുന്നു ഗൈസ്, കുറേ ഡയമണ്ട് കിട്ടി. പിന്നെ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്തത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത്. അപ്പോൾ മാറ്റങ്ങൾ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഫസ്റ്റത്തെ മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ സൈഫുരിൻ ഫുള്ള് നെതറൈറ്റ് ആർമറും ടൂൾസുമായി, അതുപോലെ ലൈക്ക് ഡസ്റ്റ് അങ്ങനത്തെ ഒരുപാട് പ്ലെയർ നെതറൈറ്റ് ആർമറായി. ബട്ട് സ്റ്റിൽ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാനും സൈഫുരിനും മാത്രമായിരുന്നു ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ്. അങ്ങനെ ഞാൻ പിന്നെയും ഒരുപാട് നേരം ഗ്രൈൻഡിങ് ആയിരുന്നു കിട്ടാനായിട്ട്. അങ്ങനെ ഞാൻ ഒരുപാട് നേരം മൈൻഡ് ചെയ്തിരുന്നപ്പോൾ റൈക്സറും സോളോ യൂസ് എന്നെ വിളിച്ചു, എന്തോ വലിയ സംഭവം കിട്ടിയതുപോലെ. വേറൊന്നുമല്ല ഗൈസ്, ഞങ്ങൾ ഏഷ്യൻ സിറ്റി കണ്ട്, അതായത് നമ്മുടെ വാർഡൻ മച്ചാൻ്റെ ഏഷ്യൻ സിറ്റി കണ്ട് ഗൈസ്, പിന്നെ അല്ല. അപ്പോൾ അവന്മാരെന്നെ വിളിച്ച് ഞാൻ പോയി. ബട്ട് ഇവർ രണ്ടുപേരും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങോട്ട് പോയി ഗൈസ്. കാരണം ഞങ്ങൾ ആ ഒരു ടൗണിൽ എത്തിയിട്ടില്ലായിരുന്നു, ബട്ട് ആ ഒരു സെൻസറൊക്കെ ഉള്ള സ്ഥലത്ത് കണ്ടായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്ത് മൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാർഡൻ സ്പോണറും ആ ഒരു ടൗണൊക്കെ കിട്ടും. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി ആർമറില്ലായിരുന്നു. ഞങ്ങൾ എത്രയിട്ട് ആർമറൊക്കെ അതിന് ശേഷം പോകാനായിരുന്നു ഗൈസ് പ്ലാൻ. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറി നോക്കി അവിടെ വാർഡൻ്റെ സ്പോണർ ഉണ്ടെന്ന്. ബട്ട് ഇല്ല, അവിടെ ചെറുതായിട്ട് ഈ ടൗണില്ലായിരുന്നു, ചുമ്മാ ജസ്റ്റ് ഒന്ന് ആ ഒരു സെൻസറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങളീ കാണുന്നത് ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് 3 നില വീട്, 3 നില എന്നല്ല 4 നില എന്ന് പറയാൻ കാരണം ടെറസിൽ ഞങ്ങൾ വേറെ കുറച്ച് പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഡയമണ്ട് ടൂൾസ് ആൻഡ് ഡയമണ്ട് ആർമർ ഒന്ന് എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ സൈഫുരിൻ്റെ ബേസിൽ പോയി. അവിടെ നിന്ന് ഞാനാണെങ്കിൽ ആദ്യം കുറച്ച് ചാത്തൻ എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം പ്രൊട്ടക്ഷനും ഫയർ പ്രൊട്ടക്ഷനും അങ്ങനത്തെയൊക്കെ ചുമ്മാ ചാത്തൻ സാധനങ്ങളായിരുന്നു ഞാൻ എൻജോയ് ചെയ്തത്. അതിനുശേഷം നമുക്ക് നല്ല നല്ല എൻജോയിങ് കിട്ടിയതിന് ശേഷം എൻജോയ് ചെയ്യാനായിരുന്നു ഗൈസ് ഞാൻ വിചാരിച്ചത്. സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് സംഭവങ്ങൾ മാത്രം എൻജോയ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെയും RGയും റിസ്കി ഗെയിമറും ഫ്ലക്സർ ആരാന്നറിയോ ഗൈസ്? നമ്മുടെ റൈക്സറിൻ്റെ ഒരു ഫ്രണ്ടാണ്. ലൈക്ക് ഡസ്റ്റും അങ്ങനെയാണ് ഗൈസ്. ലൈക്ക് ഡസ്റ്റ് ആണെങ്കിൽ മലയാളം അറിയത്തില്ലാത്തൊരു ചെറുക്കനാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ പാർട്ടി പറയാൻ പറഞ്ഞു, ഈ ലൈക്ക് ഡസ്റ്റ് എന്നെ ബിട്രയൽ ചെയ്യാനിടയ്ക്ക് ട്രൈ ചെയ്തു. ബട്ട് സ്റ്റിൽ അറിയാലോ എന്നെ, ഞാൻ അതിൽ വീണില്ല. ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ലൈക്ക് ഡസ്റ്റ് സ്പെയിനില്ല എന്നൊക്കെ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ് അതിനെപ്പറ്റി. പിന്നെ ഒരുപാട് സംഭാഷണമൊക്കെ ആയിരുന്നു. അപ്പോൾ RG എന്നോട് ഇത് റെക്കോർഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, റെക്കോർഡ് ചെയ്യണമെന്ന് RG. അപ്പോൾ ഈ വീട്ടിലുണ്ട് ഗൈസ്. പിന്നെ ഈ ഞാൻ RGനെ ചുമ്മാ ടെസ്റ്റ് ചെയ്ത്, കാരണം എൻ്റെ സോഡിൽ നോക്ക് ബാക്ക് ഉണ്ട്. സോ ഞാൻ ചുമ്മാ ടെസ്റ്റ് ചെയ്തതാണ്, പിന്നെ RG റിച്ച് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഫുൾ ഡയമണ്ടൊക്കെ അടിച്ച് പട്ടിഷോ അടിച്ച് ഗൈസ്. ഞാൻ ബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ചുമ്മാ സൈഡിലോട്ട് നോക്കിയപ്പോൾ 2 പേരും കൂടി PvP കളിക്കണേ. ആരൊക്കെയാണെന്നറിയോ? മറ്റേ RGയും പിന്നെ മറ്റേ പുള്ളിക്കാരൻ ലൈക്ക് ഡസ്റ്റ്. വൻ ഫൈറ്റ്. ഞാനാണെങ്കിൽ ഇതൊരു പീസ്ഫുൾ സെർവറാണെന്ന് സൈഫുരിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഫൈറ്റ് തീർക്കാൻ നോക്കി. ബട്ട് RG എന്നോട് പറഞ്ഞു ഞങ്ങൾ ചുമ്മാ കളിക്കുന്ന സീരിയസ് ആയിട്ടൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച് കളിച്ചോണ്ടെന്ന്. പിന്നെ ഒരു കാര്യം പറഞ്ഞത് കേസ് ലൈക്ക് ഡസ്റ്റ് അല്ല കേട്ടോ, ഫ്ലക്സറാണേ. നമ്മുടെ സെർവർ പിന്നെ ടെമ്പററി സെർവറായതുകൊണ്ട് എപ്പോഴും വരുകയും പോവുകയും ചെയ്യും. സോ നമുക്ക് PvP ഈവൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പാവം RG കുട്ടൻ കളിക്കുമായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചു പിള്ളേർ കളിക്കട്ടെ, കളിച്ച് വളരട്ടെ എന്ന്. പിന്നെ ഞാൻ വീട് ഉണ്ടാക്കിക്കൊടുക്കുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് വുഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം പിന്നെ അറിയാലോ, വുഡില്ലാണ്ട് വരുമ്പോൾ നമ്മൾ ബംഗാളിനെ ഇറക്കും. നമ്മുടെ സോളോ യൂസ് ബംഗാളിനെ ഇറക്കി. പാവം അവൻ എനിക്ക് ഒരുപാട് സ്റ്റാക്ക് വുഡൊക്കെ മൈൻ ചെയ്തിട്ടുണ്ടെന്നു ഗൈസ്, പാവം ചെറുക്കൻ. ആൻഡ് ഗൈസ് പിന്നെ ഈ ഒരു ബേസ് ഞങ്ങളുടെ ടീമിൽ ഞാൻ സോളോ യൂസി റൈസർ ഈ 3 പേരേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഈ ഒരു ബേസിൻ്റെ ഇവിടെ കുറേ പേര് വന്ന് നിന്ന് ഞങ്ങൾ അവരെ ഓടിച്ച്. അപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. അവരാണെങ്കിൽ പോയില്ല. ആൻഡ് ഞങ്ങൾക്കതൊരു
അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തുകൊണ്ട് ഞങ്ങളവരെ തല്ലിയൊക്കെയായിരുന്നു കേസ് ഓടിച്ചത്. അപ്പോൾ അവർക്ക് വിഷമമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ കാണുന്നവരാണ് ഇപ്പോൾ അതിനകത്ത് ലൈക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ RG വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക, ഞങ്ങൾ തുമ്പണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ ബേസിൻ്റെ 3 നിലയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ടെറസ് ഉണ്ടാക്കണം. 2000 years later. അങ്ങനെ ഞാൻ ജൈഫറിൻ എസ്എബിയിലെ ഒരു മിനി ക്യാസൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഗീസ്. അത് ഞാൻ റൈക്സറും ആൻഡ് സോളോ യൂസിയുമായിട്ട് ജസ്റ്റ് ഒന്ന് റീപ്ലൈ മോഡില്ലാത്തതുകൊണ്ട് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം, പുറവും അകവും. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ തുടങ്ങാം ഗീസ്. അപ്പോൾ നമ്മൾ ഇതാണ് ഗീസ്, കാണാൻ വലിയ ലുക്കൊന്നുമില്ല, കാരണം ലുക്ക് ഒത്തിരി പ്രാധാന്യം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ടെമ്പററി സെർവറാണ്, എപ്പോൾ വേണമെങ്കിലും പോകും. അപ്പോൾ ഇതാണ് ഗീസ് പുറത്തുനിന്ന് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വ്യൂ. പിന്നെ ഇതിനെ എടുത്ത് പറയുവാണെങ്കിൽ 3 നില തന്നെയാണ് കേസ് ഇതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കി. ഇവിടെ മോനൂസ് ആൻഡ് റൈക്സർ ആൻഡ് സോളോ യൂസ് ചെയ്യുന്ന കയറുണ്ട്. പിന്നെ അല്ല, അപ്പോൾ ഫസ്റ്റത്തെ നില വരുവാണെങ്കിൽ റൈക്സറിൻ്റെ റൂമാണ്. ഇതാണ് റൈക്സറിൻ്റെ റൂം. റൈക്സർ ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസും എൻജാൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, സെറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേസ് റൈക്സറിൻ്റെ റൂം വരുന്നത്. ഇത്ര സെറ്റപ്പ്, ചെസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് റൈക്സറിൻ്റെ വരുന്നത്. അടുത്തതാണെങ്കിൽ ദ ലെജൻഡറി മോന്യൂസിൻ്റെ റൂം. പിന്നെ അല്ല, ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂം വരുമ്പോൾ ഇവിടെ തൊട്ടടുത്തിന് TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ റൂമും എന്ന് വരുവാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ്, ഒത്തിരി ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരുപാട് ചെസ്റ്റൊക്കെ എന്തിനോ നിർത്തിയിട്ടുണ്ട്, 2 ബാരലും. ഇതാണ് ഗൈസിൻ്റെ TV. പിന്നെ നല്ല കിഡിലോസ്കി TV ആണ് ഗൈസ്. അപ്പോൾ എൻ്റെ റൂം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്താണെങ്കിൽ നമ്മുടെ സോളോ യൂസ്, ഈ പുള്ളിക്കാരനെ പോലെ കോപ്പി അടിച്ചുകൊണ്ട് TV വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് മനസ്സിലാവണില്ല. ഞാൻ ചോദിച്ചു, അപ്പോൾ പുള്ളി ഒരു രസമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സോളോ യൂസിയുടെ റൂമാണ് ഗൈസ്. കാരണം സോളോ യൂസിയുടെ ഒരു ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോളോ യൂസിക്ക് ഒരുപാട് ഡയമണ്ടൊക്കെ ഉണ്ട്, നമുക്കത് മേടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സോളോ യൂസിയുടെ. അടുത്തത് നമുക്ക് ടെറസ് കാണിച്ചു തരാം. ടെറസിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ ഈവൻ നമ്മൾ ഇവിടെ ആയിരിക്കും ഒരു നെതർ പോർട്ടൽ സെറ്റാക്കാൻ പോണത്. ഇവിടെ നെതർ പോർട്ടൽ സെറ്റാക്കുമ്പോൾ ദൂരത്ത് നോക്കുമ്പോൾ നല്ല വൈബായിരിക്കും. എനിക്കറിയാം ഇന്നത്തെ ഈ വീഡിയോ ഭയങ്കര ചെറുതാണെന്ന് എനിക്കറിയാം. സമയമില്ലാത്ത സമയത്ത് എടുത്ത വീഡിയോ ആണ് ഗൈസ്. സോ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് എക്സാംസ് ഒക്കെ അല്ലേ ഗൈസ്, അതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഷോപ്പും കാര്യങ്ങളും കാണിച്ചു തരാം. നമ്മുടെ ഷോപ്പ് ഈ സെർവർ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഫുള്ള് തീർത്തിട്ടില്ല. എന്ത് ഷോപ്പാണെന്ന് വെച്ചാൽ ഫുഡ് ഷോപ്പാണ് ഗൈസ്. കാരണം നമുക്കറിയാം ഈ സെർവറിൽ ഏറ്റവും കൂടുതൽ ക്ഷാമം ഫുഡിനാണ്. സോ നമ്മൾ ഫുഡ് ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഷോപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും വന്ന് മേടിക്കും, ഉറപ്പാണ്. നമ്മൾ തട്ടിക്കുട്ടൽ ഫാർമിംഗ് ആണ്. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും 1-2 എക്സാമും കൂടി ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ വെക്കേഷനാണ്. സോ വെക്കേഷൻ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇടാം. സോ വെക്കേഷനൊന്നും ആയിക്കോട്ടെ ഗൈസ്, നമുക്ക് പൊളിക്കാം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഔട്ട്രോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 2 പേരും കൂടി ഓടി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക ഗൈസ്, കാരണം നമുക്ക് ലൈക്കിന് ഭയങ്കര ക്ഷാമമുണ്ട്. സോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹോം അങ്ങനെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളി. അങ്ങനെ നോക്കുമ്പോൾ റൈക്സറിനെ കത്തിക്കണ ഗൈസ്, പന്നന്മാരെ എന്നെ കത്തിക്കണ. ഔട്ട്രോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കിട്ട് പണി തരാമെന്നാണ് ഞാൻ വിചാരിച്ചില്ല ഗൈസ്, ഉമ്മാരെ കത്തിച്ച് ഗൈസ്. അപ്പോൾ ഗൈസ് പാർട്ട് 3 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മുടെ ഡിസാസ്റ്റർ അസംബ്ലി എന്തായാലും April 2 റിലീസാവും, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. സോ എല്ലാവരും മാക്സിമം കയറുക. സോ ബൈ ബൈ.